അരിപ്പത്തിരിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ റെയറാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇരുന്നപ്പോൾ കഴിക്കണമെന്ന് തോന്നി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടോട് ചോദിച്ചു. ഒരുപാട് പേര് പറഞ്ഞു തന്നതിനകത്ത് ഒരാൾ പറഞ്ഞു തന്നതാണ്, "എന്തായാലും ആദ്യം ഉണ്ടാക്കുവല്ലേ, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ" പറഞ്ഞു. ഞാൻ 2 കപ്പ് അരി അതായത് പത്തിരിപ്പൊടി എടുത്തു. അതിനൊപ്പം തന്നെ വെള്ളവും വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ അത് കുറുക്കിയെടുത്തു. കുറുക്കിയെടുന്ന് വെച്ചാൽ കുറച്ച് പണിയുണ്ടായിരുന്നു. നല്ലപോലെ കുറുക്കി അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ആവുമല്ലോ. ആ ഒരു ഇടിയപ്പത്തിൻ്റെ പരുവം പോലെ ആക്കിയെടുത്തു. എന്നിട്ട് ഇനി നമുക്കിതിനൊരു കറി ഉണ്ടാക്കണമല്ലോ. ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ എടുത്തത്. ജസ്റ്റ് ഒരു ഈസി പീസി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ കുക്കറിൽ തട്ടിയിട്ടിട്ട് ചിക്കനും ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. മടിയാ കേട്ടോ. ഇന്ന് എന്തായാലും മടിയായതുകൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ അരിപ്പത്തിരി ഉണ്ടല്ലോ, അത് എൻ്റെ കയ്യിൽ പ്രസ്സില്ല. അത് കാരണം ചപ്പാത്തി പ്രസ്സില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കവറിലെടുത്തിട്ട് ഒരു കവറിൻ്റെയും പാത്രത്തിൻ്റെയും സഹായത്തോടുകൂടി ഞാനൊന്ന് ജസ്റ്റ് അതിനൊന്ന് വട്ടമാക്കി എടുത്തുട്ടോ. കിട്ടിയപ്പോൾ ഞാൻ സത്യം പറയാലോ തുള്ളിച്ചാടി. എൻ്റെ പൊന്നോ, ഇത്രയൊക്കെ വൃത്തിയായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അത് ചൂടുള്ളൊരു തവയിലോട്ട് ഇട്ടിട്ട് നോക്കുമ്പോൾ ദേ പൊള്ളി വരുന്നു. വീണ്ടും സന്തോഷം. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. കാരണം നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സക്സസ് ആകുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ നമ്മുടെ ഈസി പീസി ചിക്കൻ കറിയിൽ കുറേ മല്ലിയിലയും വാരിയിട്ട് ഞാൻ വയറ് നിറച്ച് കഴിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.